ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ നമ്മളൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പിങ്ങും പിന്നെ നമ്മുടെ വീട്ടുവിശേഷങ്ങളൊക്കെ കൂടെയുള്ളതാണ് കേട്ടോ ഇന്നത്തെ വിശേഷം. ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ പോയത് ചാലക്കുടിയിലേക്കാണ് കേട്ടോ. ചാലക്കുടിയിലെ ഒന്ന് രണ്ട് ഷോപ്പുകളിലൊക്കെ നമ്മൾ ഇങ്ങനെ കയറി ഇറങ്ങിയാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ആദ്യം കയറിയത് അറ്റ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ. അത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, അത്രയ്ക്ക് ഫേമസ് ആണ് അറ്റ്ലസ് കേട്ടോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഞങ്ങൾ എടുത്തൊക്കെ നോക്കിയതാണ് കേട്ടോ. ബെഡ്ഷീറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടെ കയറിയത് തന്നെ. അപ്പോൾ ബെഡ്ഷീറ്റ് വാങ്ങുമ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഈ കസവും കൊണ്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ കളക്ഷനാണ് കേട്ടോ. നല്ല രസമുണ്ട്. കുറഞ്ഞ വില തുടങ്ങിയിട്ട് കൂടിയ വിലയ്ക്കും ഇവിടെ ഉണ്ട് കേട്ടോ. മുത്താണ് കേട്ടോ ഈ ബെഡ്ഷീറ്റൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എന്തായാലും ഷോപ്പ് മുഴുവൻ ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 3 നിലകളിലായിട്ടാണ് കേട്ടോ അറ്റ്ലസ്. അപ്പോൾ നമുക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. ഇവിടെയാണെങ്കിൽ തുണികൾ മാത്രമല്ല കേട്ടോ, കുക്കർ അതുപോലെയുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഓണം എടുത്തതുകൊണ്ട് തന്നെ ഓണം ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിലും എല്ലാത്തിൻ്റെ വിലയൊക്കെ ചോദിച്ച് വെച്ചു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് കുക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിലയൊക്കെ ചോദിച്ചൊക്കെ ഇങ്ങനെ വെച്ചു. അതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ട് ഒരു സൂര്യ ബസാർ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് റോഡിൽ ഉള്ള ഒരു വലിയ ഷോപ്പാണ് കേട്ടോ. പാത്രങ്ങളുടെയൊക്കെ ഉള്ള വലിയ കടയാണ്. അപ്പോൾ അവിടെ കയറിയതാണ് കേട്ടോ. 1-2 ചെറിയ പാത്രങ്ങൾ എടുക്കാനാണ് നമ്മൾ കയറിയത്. എന്നാലും നമുക്ക് ഈ വലിയ കടയിൽ കയറിയാലല്ലേ നല്ല ഇഷ്ടംപോലെ പാത്രങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണ് ചിമ്മൂട്ടാ. അതുപോലെ തിളങ്ങി വിളങ്ങിയാണ് നിൽക്കുന്നത്. പിന്നെ ഇതാ പ്ലേറ്റുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓട്ടുപാത്രങ്ങളുടെ സെക്ഷനാണെങ്കിൽ പറയും വേണ്ട. കിണ്ടിയും നിലവിളക്കുകളും ഒക്കെ ഇങ്ങനെ സ്വർണം പോലെ ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കിയതിന് എന്താ രസം. അതിങ്ങനെ ലൈറ്റിൽ ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അമ്പലത്തിലേക്കോ പള്ളികൾക്കൊക്കെ ഉള്ള മണികൾ അതൊക്കെ ഇങ്ങനെ ധാരാളമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുവിധ സമയമായി കേട്ടോ വീടെത്തിയപ്പോൾ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ കോഴിമക്കളെയൊക്കെ അങ്ങോട്ട് അഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോഴിമക്കൾ ചെയ്യുന്ന കാര്യം കണ്ടില്ലേ. ഞാൻ ഇന്നലെയാണെങ്കിൽ ചേമ്പിൻ്റെ കടക്കിലായിട്ട് നമ്മുടെ ചക്ക നന്നാക്കിയതിൻ്റെ ആ ഒരു മടലും അതിൻ്റെ വേസ്റ്റുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മണ്ണിട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇന്നലെ സന്ധ്യാസമയം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പോയി കഴിഞ്ഞിട്ട് ആ ചക്കര അവശിഷ്ടങ്ങൾ മടലൊക്കെ കൊത്തി കൊത്തി തിന്നാണ്. അപ്പോൾ അത് തിന്നുകയും ചെയ്യും. വെള്ളം ദാഹിച്ചിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് ഈ താമരയുടെ പോട്ടിൽ നിന്ന് വെള്ളവും കുടിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല സുഖമുണ്ട്. അവിടെ നിന്ന് ഈ രണ്ടും അടുത്തടുത്ത് തന്നെയല്ലേ. ആ ചക്കയുടെ മടൽ എടുക്കുന്നതും വെള്ളവും അടുത്ത് തന്നെയാണ്. അപ്പോൾ അവരങ്ങോട്ട് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കൈക്കോട്ടും കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോഴാണ് അത് കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ കൈക്കോട്ട് അവിടെ വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് 2 ദിവസം കഴിഞ്ഞിട്ട് ആ ചക്കമടലിൻ്റെ മുകളിലേക്കൊക്കെ മണ്ണിട്ടാൽ മതി. അവർക്ക് കൊത്തി തിന്നാൻ പറ്റുന്നതൊക്കെ അവർ കൊത്തി തിന്നട്ടെ. അല്ലാത്ത ഭാഗം നമുക്ക് മണ്ണിട്ട് മൂടിയാൽ മതിയല്ലോ. അപ്പോൾ ഇന്നും നല്ല വെയിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ചൂലെടുത്ത് കഴിഞ്ഞിട്ട് അടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എന്തൊരു അതിശയം എന്ന് പറയാൻ പറ്റില്ല. ഒറ്റ ഇല പോലും വീണൊന്നും കിടക്കുന്നില്ല കേട്ടോ. 1-2 ഒരു ചെറിയ നുറുങ്ങുകളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പകുതിക്കൊന്ന് തുടങ്ങി അടിച്ചാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സുഖം. പാട്ടും പാടി അടിക്കാനത് തോന്നുന്നത് കണ്ടില്ലേ. 2 ഇലയുള്ളൂ. ചില സമയത്തെന്ന് പറഞ്ഞാൽ കാറ്റ് വീശിയിട്ട് ഇഷ്ടം പോലെ ഇലകൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് അടിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. എന്നാലും പിന്നെ ഞാനൊന്ന് അടിച്ചങ്ങോട്ട് ഇടാന്നങ്ങോട്ട് വിചാരിച്ചു. പിന്നെയുണ്ടല്ലോ നമ്മൾ ഗ്രോ ബാഗിലല്ല നമ്മൾ നിലത്ത് വെച്ചിരിക്കുന്ന വെണ്ടത്തൈകൾക്ക് അതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു വാട്ടം. അതുപോലെ തന്നെ ഒരു തക്കാളി തൈയുടെ ഇലയ്ക്കും കുറച്ച് വാട്ടമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വാട്ടരോഗം പോലെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുമ്മായം ലേശമായിട്ട് കട തൊടാതെ അതിന് ചുറ്റുമായിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ കണ്ടപ്പോൾ ഇത്തിരി കുമ്മായി എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. നമ്മുടെ ഈ ചെടി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എൻ്റെ ഇതിൻ്റെ 5 കളർ പോയിന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ ഒരു കളറ് എനിക്ക് പായമ്മൽ വീട്ടിൽ പോയപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഗ്രോ ബാഗിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇനി അത് പൊടിച്ച് വന്നിട്ട് വേണം അതും ഇങ്ങനെ വെക്കാൻ. ബാക്കിയുള്ള കളറുകളൊക്കെ എന്ന് കിട്ടുമോ അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടത്തൈകൾ ഇവിടെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നു എന്ന് ഞാൻ എന്നും പറയാറുണ്ട്.
അപ്പോൾ ഇന്ന് ഉഷാറൊന്നുമില്ല കേട്ടോ, ഉഷാറൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 ഇലയൊക്കെ വാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട തൊടാതെ തന്നെ ഇങ്ങനെ കുമ്മായി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതുകൊണ്ട് മാറുമെന്ന് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ ഇന്നലെ രാത്രിയാണെങ്കിൽ ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ആ മഴ ഒക്കെ മാറി നല്ല തെളിഞ്ഞ മാനമൊക്കെ ആയി, പിന്നെ പൊരിവെയിൽ അങ്ങോട്ട് തുടങ്ങിയിട്ടാ. അപ്പോൾ ഇന്ന് രാത്രി മഴയൊക്കെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഈ കുമ്മായൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം നനച്ചൊക്കെ കൊടുക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ പച്ചക്കറി ചെടികൾക്കായാലും മറ്റു ചെടികൾക്കായാലും എന്തെങ്കിലും അസുഖവും വാട്ടവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരു വിഷമാണ് കേട്ടോ. കാരണം നമ്മൾ ഈ 2 നേരവും ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, മക്കളെ പോലെ തന്നെയാണല്ലേ. അപ്പോൾ ഇതിങ്ങനെ വളർന്നു വരുന്നതൊക്കെ ഇങ്ങനെ നമുക്ക് നല്ല പോലെ അറിയാം, ഒരു ക്ഷീണം ഉണ്ടെങ്കിൽ പോലും അറിയാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, അയ്യോ കുമ്മായ ഇട്ട് കൊടുത്താൽ മാറില്ലോ എന്ന്. അതും വിചാരിച്ചും കഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നാളെയൊക്കെ കഴിയുമ്പോൾ ഒരു 2 ദിവസം കഴിയുമ്പോൾ അത് ഉഷാറാവും എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി തക്കാളി തൈക്കും ഉണ്ടല്ലോ ഇതുപോലൊരു വാട്ടം, അപ്പോൾ ആ തക്കാളി തൈക്കും കൂടി നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഗ്രോ ബാഗിൽ വെച്ച ചെടികളിൽ തക്കാളിയാണ് നല്ല ഉഷാറായിട്ട് പൊന്തി വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ മിക്ക ഗ്രോ ബാഗുകളിലും മണ്ണിട്ടത് പോരാ, അപ്പോൾ വീണ്ടും മണ്ണിട്ടൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനൊരു ടൈം കിട്ടാതെ ഇങ്ങനെ നിൽക്കായിരുന്നു. ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെയല്ലല്ലോ, മണ്ണൊക്കെ നമ്മൾ അവിടെ നിന്ന് കോരി എടുത്തും കഴിഞ്ഞ് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണ് കുറവുള്ള ഗ്രോ ബാഗുകളൊക്കെ ഒന്ന് ചുളുങ്ങി മടങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. നിറയെ മണ്ണൊക്കെ ഉള്ളത് നല്ല ഉഷാറായിട്ട് നല്ല സ്റ്റഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ ഇങ്ങനെ മണ്ണ് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് ഇടണം. അങ്ങനെ കുമ്മായി നമ്മൾ ഒരുവിധമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും നോക്കി ഇവർ ഇവിടെ നിന്ന് പോയോ, ഇവിടെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാൻ പറ്റുമോയെന്ന്. അപ്പോൾ ഇല്ല, ഇവർ എവിടെയും പോണില്ല. ഇവർ ഇന്ന് ഈ ചേമ്പിൻ കടക്കെ തന്നെയാണ് കേട്ടോ ഇവരെ കളിയൊക്കെ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കോഴിയുടെ സൗണ്ട് കേട്ടപ്പോൾ വേഗം ഇവർ കൊത്തുന്നതൊക്കെ നിന്നും കഴിഞ്ഞ് ഇങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ, എന്താണാവോ അപ്പുറത്തെ കോഴി ഒച്ചെടുക്കണേന്നൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുമോൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തായിട്ട് മത്തയും കുമ്പളം ഇതുകളൊക്കെ ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഗ്രോ ബാഗിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരിങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ചെളിയൊക്കെ കിട്ടുന്ന തരത്തിലുള്ള മണ്ണാണ് കേട്ടോ. അതുകൊണ്ട് അത്ര ഉഷാറായിട്ട് മത്തിയും കുമ്പളമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തെ മണ്ണിലുമൊക്കെ ഇങ്ങനെ കുമ്മായം ഇങ്ങോട്ട് വെതറയങ്ങിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മഞ്ഞളിന് വാട്ടരോഗമൊക്കെ പോലെ ഉണ്ട്, ആകെ മഞ്ഞളിപ്പ്, ഇലകളൊക്കെ തങ്ങി മഞ്ഞയായിട്ട് പോവാന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടകളിൽ നിന്നൊക്കെ ഞാൻ ഇലകളൊക്കെ അങ്ങോട്ട് അടിച്ച് മാറ്റി കഴിഞ്ഞ് കുറച്ച് ദിവസമായല്ലോ ഇപ്പോൾ വെയിൽ കിട്ടുന്നത്. അപ്പോൾ ഈ മഞ്ഞളിന് ആ രോഗമൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ നമുക്ക് ഈ കുമ്മായം കൂടിയൊക്കെ ഒന്ന് വെതറി കൊടുത്തു നോക്കാം എങ്ങനെയായിരിക്കുന്നത്. ഇനി കൂടുതലായിട്ട് വെള്ളം കെട്ടി നിന്നിട്ടാണോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് എനിക്കറിയില്ല. എന്ത് തന്നെയായാലും എല്ലാത്തിനും അങ്ങോട്ട് കുമ്മായ മണ്ണിലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് തൂളി കളിച്ച് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ മാവിൻ്റെ ചുവട്ടിൽ വെച്ച മത്തങ്ങയും കുമ്പളത്തിനേക്കാളൊക്കെ ഉഷാറായിട്ട് നിൽക്കുന്നത് നമ്മുടെ അപ്പുറത്തെ സൈഡിൽ ഈ കിച്ചൻ്റെ ഭാഗത്ത് ഇറങ്ങുന്ന ആ സ്ഥലത്ത് ഗ്രോ ബാഗിൽ വെച്ചതാട്ടോ. അതിനൊരു പ്രത്യേക വലിപ്പത്തിലുള്ള ഇലകളൊക്കെയാണ് വരുന്നത്, നല്ല കറുത്തിരുണ്ട ഇലയും നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്, പൂക്കളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു പൂവാണ് കേട്ടോ ഇട്ടിരുന്നുള്ളൂ, അല്ലാതെ ബാക്കിയൊന്നും അത്ര ഉഷാറായിട്ടില്ല. അപ്പോൾ വെയിലിൻ്റെ ഒരു കുറവ് കൊണ്ടായിരിക്കുള്ളൂ എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇന്ന് കോഴിമക്കൾക്ക് അരിയും വേണ്ട ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് ഒച്ചയെടുക്കും. അപ്പം ഞാൻ വന്നു കഴിഞ്ഞ് ഒരു പിടി അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ അത് തിന്നിട്ടാണ് അവർ പിന്നെ ഇങ്ങനെ ഈ ചെടികളുടെ ഇടയിൽ നടക്കുള്ളൂ കേട്ടോ. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും വരുന്നില്ല, കാരണം അവർക്ക് ഈ ചക്കമടൽ കൊത്തി തിന്നൽ തന്നെയാണ് ഇന്ന്. അപ്പോൾ പിന്നെ അവർക്ക് അരി ഇട്ട് കൊടുക്കാനും പോയില്ല കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ തന്നെ നിന്ന് കുമ്മായവും വെതറി അങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ ചെയ്ത് നിൽക്കായിരുന്നു. ഇന്ന് നമ്മൾ പാത്രക്കടയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നല്ലോ, സൂര്യ ബസാറിൽ. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ വെട്ടുന്ന കത്രിക അത് ഒരെണ്ണം വാങ്ങിയിട്ട്, അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അത് ഒടിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഒരെണ്ണമുള്ളത് പിടിക്കുകയാണെങ്കിൽ കവറിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അത് കണ്ടപ്പോൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രമേശനോട് എന്തായാലും മീൻ കൊണ്ടുവരാനൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ആ പുതിയ കത്രികയുടെ ഉദ്ഘാടനം നമുക്ക് ചെയ്യണമല്ലോ, അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അത് മാത്രമൊന്നുമല്ല, നമ്മുടെ മൗഗ്ലിക്കുട്ടനും റിയമ്മയ്ക്കൊക്കെ മീൻ നന്നാക്കിയാലല്ലേ അവർക്കൊരു ഉഷാറായിട്ട് തിന്ന് നടക്കാനൊക്കെ പറ്റുള്ളൂ.
ഇവിടെ നിന്ന് കാട്ടുചേമ്പൊക്കെ പറിച്ച് കളഞ്ഞപ്പോൾ തന്നെ നല്ല ഉഷാറായിട്ടാണ് അതിൻ്റെ ഇടകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വേഗം നടക്കാൻ വഴി പോലെയും ഒക്കെ ആയിട്ട് ഒരു ഉഷാറുണ്ട്. ഇനിയിപ്പോൾ മഞ്ഞളൊക്കെ അങ്ങോട്ട് ആ കാട്ടുചേമ്പ് പോയ സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ പരന്നങ്ങോട്ട് വളർന്നോളൂ കേട്ടോ. അപ്പോൾ ദാ ഈ മത്തയിൽ ഈ ഭാഗത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് ഇപ്പം മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ ഉണ്ടാവേണ്ട സമയം തന്നെ കഴിഞ്ഞു കേട്ടോ. കണ്ടില്ലേ, ഇതാ ചേമ്പിൻ്റെ കടക്ക് എപ്പോഴും ഗാർഗി അവിടെ നിന്നും കഴിഞ്ഞ് കൊത്തി തിന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രമേശേട്ടൻ വന്നപ്പോൾ ഞാനും രമേശേട്ടനും കൂടി പോയി കഴിഞ്ഞ് അഷ്ടമിച്ചിറ പോയി കഴിഞ്ഞ് ചൂരമീൻ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ പുതിയ കത്രിക കണ്ട് ഉദ്ഘാടനം അങ്ങോട്ട് ചെയ്തു. മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ദാ ഒരു ടർക്കി വെച്ച് കഴിഞ്ഞിട്ട് തുടച്ച് ആ നനവൊക്കെ ഒപ്പിയും കഴിഞ്ഞിട്ട് വെക്കും കേട്ടോ. അങ്ങനെ വെക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കാണ്ടും അതുപോലെ നല്ല മൂർച്ചയോട് കൂടിയൊക്കെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഒട്ടും നനവില്ലാണ്ട് വേണം കത്തിയായാലും കത്രികയൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കാനായിട്ട്. അപ്പോൾ അത് ആ ചൂരമീനൊക്കെ നന്നാക്കി നമ്മുടെ പുതിയ കത്രിക കൊണ്ട് നല്ല ഈസി ആയിട്ട് പറ്റിയിട്ടാണ്. ഇനി അത് കറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചാണ് കേട്ടോ നമ്മൾ കറി വെക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.